എല്ലാവർക്കും നമസ്കാരം. ഇന്ന് 2026 22-ാം തീയതി ഞായറാഴ്ച. അങ്ങനെ ഇന്നലെയും ഇന്നത്തെയും 2 ദിവസത്തെ അവധിയൊക്കെ കഴിഞ്ഞ് നമ്മൾ നാളെ മാർക്കറ്റിലേക്ക് വീണ്ടും പ്രവേശിക്കാനിരിക്കുമ്പോൾ ഒരുപാട് പുതിയ സംഭവ വികാസങ്ങൾ മാർക്കറ്റിലുണ്ട്. നമ്മുടെ ട്രംപിൻ്റെ ഭാഗത്തുനിന്നും US സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നുമൊക്കെ പുതിയ വിധികൾ വന്നിട്ടുണ്ട്. താരിഫ് സംബന്ധമായ കാര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ അടുത്ത ആഴ്ച മന്ത്ലി എക്സ്പയറിയാണ്. കഴിഞ്ഞ ദിവസം, അതായത് കഴിഞ്ഞ വെള്ളിയാഴ്ച ഗിഫ്റ്റ് നിഫ്റ്റി മാർക്കറ്റ് ക്ലോസ് ചെയ്തതിന് ശേഷം ഏകദേശം 400ഓളം പോയിന്റ് ഉയർന്നിട്ടുണ്ട്. ഇപ്പം നാളെ നിഫ്റ്റി ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പൺ ആയിരിക്കുമോ, ഇല്ല ഒരു ഫ്ലാറ്റ് ഓപ്പൺ ആയിരിക്കുമോ, എന്തായിരിക്കും അവസ്ഥ എന്നുള്ളത് ഒക്കെ നമുക്ക് ഈ വീഡിയോയിൽ നോക്കാം. നിങ്ങൾ ആദ്യമായാണ് ഞങ്ങളൊരു വീഡിയോ കാണുന്നതെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതോടൊപ്പം തന്നെ വീഡിയോയുടെ ലൈക്ക് ബട്ടൺ കൂടി ഒന്ന് അമർത്തുക. കൂടാതെ കൂടുതൽ ന്യൂസുകളും മാർക്കറ്റ് സംബന്ധമായ മറ്റ് വിവരങ്ങളുമൊക്കെ ലഭിക്കണമെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ടെലഗ്രാം ചാനലായ ആഫ്റ്റർ ഓപ്ഷൻ ട്രേഡ് എന്നുള്ള ചാനലിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. നിങ്ങൾക്ക് അതുവഴി ജോയിൻ ചെയ്യാം. ഓക്കെ, മാർക്കറ്റിലേക്ക് വരുമ്പോൾ കഴിഞ്ഞ വെള്ളിയാഴ്ച മാർക്കറ്റ് ക്ലോസ് ചെയ്തതിന് ശേഷം US സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്ന് കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് നമ്മളൊക്കെ വളരെയധികം ശ്രദ്ധാപൂർവം വെയിറ്റ് ചെയ്തിരുന്ന വിധിയാണ്, ചരിത്രപരമായ വിധിയാണ് വന്നത്. അതായത് ഈ കാലയളവ് വരെ ട്രംപ് ലോകരാജ്യങ്ങൾക്ക് വിധിച്ചിരുന്ന താരിഫ് ഇല്ലീഗലാണ് എന്നുള്ള ഒരു വിധിയാണ് പ്രസ്താവിച്ചിരിക്കുന്നത്. 9 അംഗ ജഡ്ജിലുണ്ടായിരുന്ന ബെഞ്ചിൽ 6 പേരും അനുകൂലിച്ചപ്പോൾ 3 പേരാണ് പ്രതികൂലമായി നിന്നത്. ലീഗലാണെന്ന് പറഞ്ഞത് 3 പേർ മാത്രമാണ്. മെജോറിറ്റിയുടെ അടിസ്ഥാനത്തിൽ ഇല്ലീഗലായി വിധി പ്രഖ്യാപനം വരികയും തുടർന്ന് എല്ലാ രാജ്യങ്ങൾക്കും ആ ഒരു വിധി പ്രഖ്യാപനം വന്നതോടുകൂടി എല്ലാ രാജ്യങ്ങൾക്കും താരിഫ് 0യിലേക്ക് പോവുകയാണ്. ഉടനടി അന്ന് തന്നെ, കേവലം ഈ ഒരു വിധി വന്നതിൻ്റെ അന്ന് തന്നെ ഒരു അരമണിക്കൂർ 3/4 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ടാവും ട്രംപിൻ്റെ ട്വീറ്റ് വന്നു. അതായത് 10%, ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് 10% താരിഫ് നിലവിൽ വിധിക്കുന്നു എന്നുള്ള ഒരു പ്രഖ്യാപനം വന്നു. അതോടുകൂടി 10%ത്തിലേക്ക് വന്നു എന്നുള്ള ഒരു വാർത്ത വന്നതോടുകൂടി ഗിഫ്റ്റ് നിഫ്റ്റി ഏകദേശം 350 പോയിന്റിന് മുകളിൽ 400 പോയിന്റിന് അടുത്തേക്കൊക്കെ ഉയർന്നു. എന്നാൽ ഒരു ദിവസം കഴിഞ്ഞ് പിറ്റേ ദിവസം, അതായത് ഇന്നലെ 21 ട്രംപിൻ്റെ ഭാഗത്തു നിന്ന് വന്നു. സെഷൻ 122 പ്രകാരം അമേരിക്കൻ പ്രസിഡന്റായ എനിക്ക് എൻ്റെ അധികാരം വെച്ച് എല്ലാ രാജ്യങ്ങൾക്കും 15% താരിഫ് വിധിക്കുന്നു എന്നുള്ള ഒരു പുതിയ പ്രഖ്യാപനം കൂടെ വന്നു. ട്രംപിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ വേൾഡ് മാർക്കറ്റുകളെല്ലാം തന്നെ പോകുന്നത്. ഈ 15% വർദ്ധിപ്പിച്ച താരിഫ് അടുത്ത 24th ട്യൂസ്ഡേ പ്രാബല്യത്തിൽ വരുമെന്ന് സൂചിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇന്ത്യയും അമേരിക്കയും തമ്മിൽ നേരത്തെ ഉണ്ടാക്കിയ കരാർ പ്രകാരം താരിഫ് 18% കുറയ്ക്കാനായി ധാരണ ഉണ്ടായിരുന്നത്. എന്നാൽ പുതിയ 15% അധിക താരിഫ് ഇതിന് പുറമെയാണോ അതോ പകരമാണോ എന്നതിൽ ഇപ്പോഴും വ്യക്തത വരാനുണ്ട്. പക്ഷേ സുപ്രീം കോടതിയുടെ വിധി വന്ന പ്രകാരം ഇല്ലീഗലാണെന്നുള്ള വിധി വന്നതോട് കൂടിയിട്ട് താരിഫ് എല്ലാ രാജ്യങ്ങൾക്കും 0 ആയി എന്നുള്ളതാണ് കണക്ക്. അങ്ങനെയാണ് നിയമം. അതുകൊണ്ടാണ് ട്രംപ് ഉടനടി 10% വിധിക്കുമെന്നുള്ള പ്രസ്താവനയുമായിട്ട് വന്നത്. അതിനുശേഷമാണ് ഇന്നലെ 15% ഉയർത്തുന്നുവെന്ന് സെഷൻ 122 പ്രകാരം. ഈ സെഷൻ 122 എന്ന് പറയുമ്പോൾ 150 ഡേയ്സ് ആണ് ഇതിൻ്റെ കാലാവധി. അതിന് മുകളിലേക്ക് നീട്ടിക്കൊണ്ടുപോകണമെങ്കിൽ US പാർലമെൻറ്റിൻ്റെ അംഗീകാരം വേണം. അപ്പോൾ 150 ഡേയ്സ് എന്തായിരുന്നാലും 50% ആയിട്ട് താരിഫ് പോകാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ കഴിഞ്ഞ 18% പുറമെയാണോ എന്നുള്ളതിൽ വ്യക്തത വരാനുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു അഭ്യൂഹം. പക്ഷേ അല്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായിരുന്നാലും വരും ദിവസങ്ങളിൽ അതിലൊരു വ്യക്തത ലഭിക്കുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ഏതായിരുന്നാലും ഈ ഒരു ഇല്ലീഗൽ എന്ന് പറഞ്ഞതോടു കൂടിയിട്ട് നമ്മുടെ മാർക്കറ്റിനൊക്കെ ഒരു പോസിറ്റീവ് സൂചന തന്നെയാണ്. മറ്റൊന്ന് സ്ട്രോങ് ബാങ്കിങ് സെക്ടറാണ്. ബാങ്കിങ് സെക്ടർ പെർഫോമൻസ് കഴിഞ്ഞ ആഴ്ച മികച്ച പ്രകടനമാണ് ബാങ്ക് സെക്ടർ കാഴ്ചവെച്ചത്. പ്രൈവറ്റ് ബാങ്കുകളും അതുപോലെ PSU ബാങ്കുകളും ഒരുപോലെ മാർക്കറ്റിനെ താങ്ങി നിർത്തുകയും ചെയ്തു.
അതുപോലെ തന്നെ DIAസിൻ്റെ ബയ്യിങ്, FIA സെല്ലിംഗ് സജീവമായിരുന്നെങ്കിലും DIAs ഏകദേശം 6800 കോടിയിലധികം രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റാണ് കഴിഞ്ഞ ആഴ്ച നടത്തിയത്. അതിനുദാഹരണമാണ് സ്ട്രോങ് ഫ്രൈഡേ റീബൗണ്ട് മാർക്കറ്റ്. കഴിഞ്ഞ വീക്കിൽ ഇടയിൽ മാർക്കറ്റിൽ ചെറിയ ഒരു തളർച്ച ഉണ്ടായെങ്കിലും വെള്ളിയാഴ്ച ഒരു ശക്തമായ തിരിച്ചുകയറ്റമാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. ഇത് വരും ആഴ്ചയിൽ ബുൾസുകൾക്ക് കൂടുതൽ ആത്മവിശ്വാസം നൽകുന്ന ഒരു ഘടകമാണ്. ബാങ്കിങ്ങിന് പുറമെ റിയാലിറ്റി, ഇൻഫ്രാസ്ട്രക്ചർ, മെറ്റൽ തുടങ്ങിയ സെക്ടറുകളിൽ ഒരു നല്ല ബയ്യിങ്ങും നമുക്ക് കാണാൻ കഴിഞ്ഞു. എന്നാൽ FIA സെല്ലിംഗ് കഴിഞ്ഞ ആഴ്ചയും അവർ സെല്ലിംഗ് തന്നെയായിരുന്നു. ഏകദേശം 1630 കോടിയിലധികം ഷെയറുകളാണ് അവർ വിറ്റഴിച്ചത്. അതുപോലെ IT സെക്ടർ വളരെ കഴിഞ്ഞ ആഴ്ച കാര്യമായ ഇടിവാണ് രേഖപ്പെടുത്തിയത്. പ്രധാന കാരണം AI ടൂൾസ് തന്നെയാണ്. വേൾഡ് ലെവലിൽ പ്രത്യേകിച്ച് അമേരിക്കൻ മാർക്കറ്റിൽ ഇൻട്രസ്റ്റ് റേറ്റിനെ കുറിച്ചുള്ള അനിശ്ചിതത്വം ഇന്ത്യൻ IT കമ്പനികളെ പ്രതികൂലമായി ബാധിച്ചിട്ടുണ്ട്. മറ്റൊന്ന് ഇന്ത്യ വിക്സ് ആണ്. ഇന്ത്യ വിക്സ് 14% മുകളിലേക്കാണ് ഉയർന്നിരിക്കുന്നത്. മാർക്കറ്റിൽ പെട്ടെന്നുള്ള ഒരു ഫാളിനും അതുപോലെ വോളറ്റിലിറ്റിക്കും സാധ്യത ഉണ്ട് എന്നാണ് ഈ 14% എത്തിയിരിക്കുന്നത് സൂചിപ്പിക്കുന്നത്. മറ്റൊന്ന് യു എസിലെ GDP പ്രതീക്ഷിച്ച രീതിയിൽ വന്നില്ല എന്നുള്ളതാണ്. 1.4% വന്നത്. എക്സ്പെക്റ്റേഷൻ 3% എന്നാൽ ഇൻഫ്ലേഷൻ ഡാറ്റ സൂപ്പറായിട്ടാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വരും മാസങ്ങളിൽ പലിശ നിരക്ക് കുറയ്ക്കാനുള്ള സാധ്യത ഇപ്പോൾ ഫെഡിൻ്റെ ഭാഗത്ത് നിന്ന് നോക്കുകയാണെങ്കിൽ വളരെയധികം കൺഫ്യൂഷനിലാണ് ഫെഡ്. ഇൻട്രസ്റ്റ് റേറ്റ് കുറച്ച് കഴിഞ്ഞാൽ ഇൻഫ്ലേഷൻ ഇൻക്രീസ് ആവും. അതേസമയം ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ എക്കണോമി തകരാറിലാവും. ഇത്തരത്തിലുള്ള ഒരു പ്രയാസത്തിലൂടെയാണ് ഫെഡ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഏതായിരുന്നാലും ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് ചെയ്യാനുള്ള സാധ്യത ഇപ്പോൾ അല്പം കുറഞ്ഞിരിക്കുകയാണ് എന്നുള്ളതാണ് ഈ GDP ഡാറ്റ വന്നതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ ഒരു പ്രവണത നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിലേക്കുള്ള ഫോറിൻ മണിയുടെ വരവിനെ ബാധിക്കും. GDP കുറഞ്ഞതുകൊണ്ട്. മറ്റൊന്ന് നിഫ്റ്റി നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. നിഫ്റ്റി ന്യൂ ഹൈ ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുമ്പോഴൊക്കെ ഹയർ സൈഡിൽ നിന്ന് ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് അത് കണ്ടിന്യൂ ആയിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് കാരണം കൊണ്ട് ഒരു പരിധിക്ക് മുകളിൽ നിഫ്റ്റിക്ക് പോകാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. നേരത്തെ പറഞ്ഞ പോലെ ഫെബ്രുവരി മാസത്തെ ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസ് എക്സ്പയറിയും വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മാർക്കറ്റിൽ വലിയ ഒരു വോളറ്റൈലിറ്റി നമുക്ക് പ്രതീക്ഷിക്കേണ്ടി വരും. ഇനി റീസെൻ്റ് ആയിട്ടുള്ള നെഗറ്റീവ് ന്യൂസ് എന്ന് പറയുന്നത് IDFC ബാങ്ക് ഛത്തീസ്ഗഡ് ബ്രാഞ്ചാണെന്ന് തോന്നുന്നു. 590 കോടിയുടെ ഫ്രോഡാണ് നടന്നിരിക്കുന്നത്. അതായത് കഴിഞ്ഞ 6 മാസത്തെ പ്രോഫിറ്റ് ഈ ഒരൊറ്റ ബ്രാഞ്ചിൽ നിന്ന് തന്നെ ഫ്രോഡായിരിക്കുന്നു എന്നുള്ളത് ഒരു നെഗറ്റീവ് തന്നെയാണ്. അതുപോലെ തന്നെ ഖത്തറിലെ US മിലിറ്ററി തമ്പടിച്ചിട്ടുണ്ട് ഇറാനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഒരു പുതിയ വാർത്തയാണത്. അപ്പോൾ ജിയോ പൊളിറ്റിക്കൽ പ്രോബ്ലംസ് അവിടെ ഒരു ഭാഗത്തുണ്ട്. അതുപോലെ തന്നെ ഇവിടെ സുപ്രീം കോടതി വിധി വന്നതിന് പിന്നാലെ ട്രംപിൻ്റെ 15% അധിക താരിഫ് പ്രഖ്യാപനം, അതുപോലെ തന്നെ AI ടൂൾസിൻ്റെ പരമാധികാരം കൊണ്ട് IT സെക്ടറുകളെ തകർച്ച, ആന്ത്രാപിക് എന്നുള്ള AI ടൂൾ കാരണം കൊണ്ട് ഏറ്റവും കൂടുതൽ ബാധിച്ചിരിക്കുന്നത് ഇന്ത്യൻ സ്റ്റോക്കുകൾ തന്നെയാണ്. മേജറായിട്ട് ഇന്ത്യൻ സ്റ്റോക്കുകളെയാണ് ഇത് ബാധിച്ചിട്ടുള്ളത്. മറ്റൊന്ന് നമ്മുടെ രൂപയുടെ മൂല്യം വീണ്ടും കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ വെള്ളിയാഴ്ച 92 എത്തി നിൽക്കുന്നു. മൊത്തത്തിൽ മാർക്കറ്റ് സെൻറ്റിമെൻറ്റ്സ് എന്ന് പറയുന്നത് ഒരു നെഗറ്റീവ് ബയാസോടുകൂടി തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി നമുക്ക് FIAസിൻ്റെ ആക്ടിവിറ്റി നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ ആഴ്ച അവർ 1637 കോടിയുടെ സെല്ലിംഗാണ് നടത്തിയിരിക്കുന്നത്. അതുപോലെ DIAs 6883 കോടിയുടെ ബയ്യിങ്ങാണ് നടത്തിയിരിക്കുന്നത്. വീക്ക്ലി വൈസ് നമുക്ക് ഇൻഡെക്സുകളുടെയും അതുപോലെ സെക്ടറുകളുടെയും പെർഫോമൻസ് നോക്കാം. സെൻസെക്സിനെ സംബന്ധിച്ചിടത്തോളം 187 പോയിന്റ് പോസിറ്റീവിൽ 82,814 ക്ലോസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ നിഫ്റ്റി കേവലം 100 പോയിന്റ് പോസിറ്റീവിൽ 25,571 ക്ലോസ് ചെയ്തിട്ടുണ്ട്. ബ്രോഡർ മാർക്കറ്റിലേക്ക് വരുമ്പോൾ സ്മാൾ ക്യാപ്പ്, അതുപോലെ മിഡ് ക്യാപ്പ്, ലാർജ് ക്യാപ്പ് എന്നിവ, സ്മോൾ ക്യാപ്പും
മിഡ് ക്യാപ്പും 0.5% ഡൗണിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. എന്നാൽ ലാർജ് ക്യാപ്പ് 0.3% മാത്രമേ ഫോൾ ആയിട്ടുള്ളൂ. അതുപോലെ സെക്ടർ ബേസ് നോക്കുകയാണെങ്കിൽ PSU ബാങ്ക് 5.5%, എനർജി 2.5%, FMCG 1.7% എന്നിങ്ങനെ പോസിറ്റീവിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ ഫാർമ, ഹെൽത്ത് കെയർ, ഡിഫൻസ് എന്നിവ ഈച്ച് 1% ഹൈയിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അണ്ടർ പെർഫോം നടത്തിയ സെക്ടർ എന്ന് പറയുന്നത് ആർട്ടോ, IT, അതുപോലെ മീഡിയ 1.5% മുതൽ 2.5% വരെ നെഗറ്റീവിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് വരാനിരിക്കുന്ന പ്രധാന ഇവൻറ്റുകൾ നെക്സ്റ്റ് ഫ്രൈഡേ മാത്രമുള്ളൂ. മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ, തേഴ്സ്ഡേ ഈ 4 ദിവസവും പ്രധാനപ്പെട്ട ഇവൻറ്റ്സുകളൊന്നുമില്ല. ഫ്രൈഡേ ഇന്ത്യയുടെ GDP ഡാറ്റ വരുന്നുണ്ട് 4 മണിക്ക്. നിലവിൽ 8.2%, എക്സ്പെക്റ്റേഷൻ 7.8%. അന്ന് തന്നെ വൈകുന്നേരം 7 മണിക്ക് US നിന്ന് PPI ഡാറ്റയും വരുന്നുണ്ട്. ഇത് മാത്രമാണ് ഇവൻറ്റ്സ് ആയിട്ട് ഉള്ളത്. നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം പ്രധാന ലെവൽ എന്ന് പറയുന്നത് 25,800, 26,000. ഈ ഒരു സോൺ ഞാൻ നേരത്തെ വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ട്, ഡെയിലി വീഡിയോകളിൽ, പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ട് വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ട്. 25,800 to 26,000 എന്നുള്ള ഈ ഒരു റേഞ്ച് വളരെയധികം ശ്രദ്ധിച്ച് മുന്നോട്ട് പോകേണ്ട റേഞ്ചാണ്. 26,000 മുകളിൽ ഡേ ക്ലോസിംഗ് ഒക്കെ നടക്കുകയാണെങ്കിൽ 26,300 ആ റേഞ്ചിലൊക്കെ പോകാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ പോയാൽ തന്നെ അവിടെ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ആണ് നമുക്ക് ഇതുവരെ കാണാൻ കഴിഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ ഡൗൺ സൈഡിലേക്ക് വരുമ്പോൾ 25,400 എന്നുള്ളതാണ് ഒരു ഇമ്പോർട്ടൻ്റ് സപ്പോർട്ടായിട്ട് ഇപ്പോൾ ഉള്ളത്. അതിന് താഴെ വരികയാണെങ്കിൽ 25,100, 25,000 എന്നുള്ള റേഞ്ചിലേക്കൊക്കെ നിഫ്റ്റി വരാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ ബാങ്ക് നിഫ്റ്റിയിലേക്ക് വരുമ്പോൾ 61,500 മുതൽ 61,700 വരെയാണ് റെസിസ്റ്റൻസ് ആയിട്ടുള്ളത്. അതുപോലെ സപ്പോർട്ട് 61,000, അതിന് താഴെ വരികയാണെങ്കിൽ 60,600, അതിനും താഴെ വരികയാണെങ്കിൽ 60,000. ഈ റേഞ്ചൊക്കെ വാച്ച് ചെയ്യുന്ന ആൾ. വീക്ക്ലി വൈസാണ് ഈ പറയുന്നത്. ഇനി നമുക്ക് ചാർട്ടിലേക്ക് പോകാം. ഇൻട്രാഡേ ചാർട്ടാണ്. ഡെയിലി ചാർട്ടിൽ 25,800 എന്നുള്ള ഈ ഒരു റേഞ്ച്, 25,800 to 26,000. ഓക്കെ, ഈ ഒരു റേഞ്ച് പ്രത്യേകം റെസിസ്റ്റൻസ് ലെവലായിട്ട് ശ്രദ്ധിക്കുക. ഇതിന് മുകളിലേക്ക് പോവുകയാണെങ്കിൽ 26,300 ഈ ഒരു റേഞ്ചിലേക്കൊക്കെ എത്താം. ഏതായിരുന്നാലും എയർ സൈഡിലെല്ലാം നമുക്ക് നേരത്തെ വരുമ്പോഴെല്ലാം ഇവിടെ നിന്നെല്ലാം പ്രോഫിറ്റ് ബുക്കിംഗാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. നോക്കൂ, ഇവിടെ ഓരോ സമയത്തും എത്തുമ്പോഴൊക്കെ പ്രോഫിറ്റ് ബുക്കിംഗാണ്. 25,800 മുതൽ 26,000 വരെ വന്നു കഴിയുമ്പോഴെല്ലാം പ്രോഫിറ്റ് ബുക്കിംഗ് നടക്കുന്നതായിട്ടാണ്, താഴേക്ക് വരുന്നതായിട്ടാണ് കാണാൻ കഴിയുന്നത്. അതുപോലെ സപ്പോർട്ട് ലെവലായിട്ട് 25,400. ഓക്കെ, 25,400 താഴെ വീഴുകയാണെങ്കിൽ 25,150, അതിനും താഴെ വീഴുകയാണെങ്കിൽ 25,000, 24,900. ഓക്കെ, അപ്പോൾ ഇതാണ് വീക്ക്ലി ബേസിൽ നോക്കുകയാണെങ്കിൽ നിഫ്റ്റിയുടെ ചാർട്ട്. ബാങ്ക് നിഫ്റ്റിയിലെ നോക്കുകയാണെങ്കിൽ 61,500, ഈ ഒരു 61,500 മുതൽ 61,700 റെസിസ്റ്റൻസ്, സപ്പോർട്ടായിട്ട് 61,000, അതുപോലെ 60,500, 550 ആ ഒരു റേഞ്ച് കേട്ടോ. അതിനും താഴേക്ക് വീഴുകയാണെങ്കിൽ ഈ ഒരു റേഞ്ച് 59,900, 60,000. ഓക്കെ, ബാങ്ക് നിഫ്റ്റിയിൽ വീക്ക്ലി ബേസിൽ ഇങ്ങനെയും സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ലെവലുകൾ വാച്ച് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് നാളെ ഇൻട്രാഡേ ലെവലിൽ 15 മിനിറ്റ്സ് ടൈം ഫ്രെയിമിൽ വാച്ച് ചെയ്യാനായിട്ട് നോക്കാം. കഴിഞ്ഞ വെള്ളിയാഴ്ചയിലെ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ലെവലിൽ ബാങ്ക് നിഫ്റ്റിയിൽ നമുക്ക് പ്രോഫിറ്റാണ്. നോക്കൂ, മറ്റൊരു കാര്യം, നിങ്ങൾക്ക് ഞങ്ങളുടെ ആൽഗോ ഇൻഡിക്കേറ്റർ ആവശ്യമുണ്ടെങ്കിൽ ബന്ധപ്പെടുക. ടെലഗ്രാം ചാനലിൽ ബന്ധപ്പെട്ടാൽ മതി. ഓക്കെ, അപ്പോൾ ബാങ്ക് നിഫ്റ്റി നമുക്ക് നാളെ വാച്ച് ചെയ്യാനായിട്ട് റെസിസ്റ്റൻസ് ആയിട്ട് 61,400. ഓക്കെ, 61,400 കഴിഞ്ഞാൽ 61,500 ആണ് അടുത്ത റെസിസ്റ്റൻസ് ഉള്ളത്. അതും ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ 61,700 ഒക്കെയാണ്. അതുകൊണ്ട് 61,400 ബ്രേക്ക് ചെയ്താൽ
എൻട്രി എടുക്കാം. അതല്ലെങ്കിൽ താഴെ ഈ ഒരു 61,360 മുകളിൽ തന്നെ എടുത്തു പോകാവുന്നതാണ്. സപ്പോർട്ടായിട്ട് നോക്കുകയാണെങ്കിൽ 60,950 ഓക്കെ, 60,950 താഴെ ഡൗൺ സൈഡിലേക്കും എൻട്രി എടുത്ത് പോകാം ബാങ്ക് നിഫ്റ്റിയിൽ. അതുപോലെ നിഫ്റ്റിയിലും നമുക്ക് വെള്ളിയാഴ്ച നമ്മുടെ റെസിസ്റ്റൻസിന് മുകളിൽ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്, പ്രോഫിറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതിന് നമ്മുടെ ആൽഗോ ഇൻഡിക്കേറ്ററിൽ ബൈ സിഗ്നൽ തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് നാളെ നിഫ്റ്റിയിൽ റെസിസ്റ്റൻസ് ആയിട്ട് നോക്കുകയാണെങ്കിൽ 25,680 മുകളിൽ അപ്പ് സൈഡിലേക്ക് എൻട്രി എടുത്ത് പോകാവുന്നതാണ്. ഡൗൺ സൈഡിലേക്ക് വരുമ്പോൾ 25,500 താഴെ ഓക്കെ, 25,500 താഴെ ഡൗൺ സൈഡിലേക്കും നിഫ്റ്റിയിൽ നമുക്ക് എൻട്രി എടുത്ത് പോകാം. ഇവിടെ ചെറിയൊരു സപ്പോർട്ട് കാണുന്നുണ്ട് 15 മിനിറ്റ്സ് ആയതുകൊണ്ട്. നിങ്ങൾ ഇതുകൂടെ ഈ ഒരു റേഞ്ച് കൂടെ വാച്ച് ചെയ്താൽ ഒന്നുകൂടെ സെക്യൂർ ആവും. 25,480 ഓക്കെ, 25,500 പറഞ്ഞത്, 480 താഴെയായിരിക്കും ഒന്നുകൂടെ നമുക്ക് സെക്യൂറായിട്ട് എൻട്രി എടുക്കാൻ കഴിയുക. ഓക്കെ, അപ്പോൾ ഈ രണ്ട് സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ലെവലുകൾ ബാങ്ക് നിഫ്റ്റിയിലും നിങ്ങൾക്ക് നാളെ വാച്ച് ചെയ്യാം. ശ്രദ്ധിച്ച് എൻട്രി എടുക്കുക. ഞങ്ങളുടെ വീഡിയോ എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി മാത്രമാണ്. നാളെ നല്ലൊരു പ്രോഫിറ്റബിലിറ്റി ആവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ്. ബൈ.